ഞങ്ങൾ ദുബായിൽ അല്ലെങ്കിൽ മറ്റേ യൂറോപ്യൻ കൺട്രികളിലൊക്കെ ചെയ്തിട്ടുള്ള പ്രോജക്ട്സിന് ശേഷം ഇവിടെ വരുമ്പോൾ വി ഹാവ് ടു ബ്രിങ് ഇൻ സംതിങ് സ്പെഷ്യൽ. വി കാൺ ജസ്റ്റ് ബി യെറ്റ് അനദർ ഡെവലപ്പർ. ദെൻ ദ ഡിസൈൻ സ്റ്റേജിൽ സലീമിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞത് യു ഹാവ് ടു ഡു ദ ബിഗ്ഗസ്റ്റ് അപ്പാർട്ട്മെൻറ്റ് ഇൻ കേരള. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കാലിക്കറ്റാണ്, നമ്മുടെ സ്വന്തം കോഴിക്കോട്. ഇവിടുത്തെ ഒരു കിഡിലും പ്രോജക്റ്റാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സൂപ്പർ സ്റ്റോൺ പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ ഡെവലപ്പറുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രോജക്റ്റ് അവർ കാലിക്കറ്റാണ് ചെയ്തിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ പേര് റിവേറ ഗ്രാൻഡ് എന്നാണ്. ഇതൊരു സൂപ്പർ ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 3 സൈഡിൽ നിന്ന് നമുക്ക് സീ വ്യൂ ഉണ്ട്. സീ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ചെറിയ വ്യൂ ഒന്നല്ല, വളരെ വലിയൊരു വ്യൂ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സീ കാണാൻ പറ്റും. അതുപോലെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെസ്റ്റേൺ ഗാർഡ്സ് ആണ് വരുന്നത്. അപ്പം ഫ്രണ്ടിൽ സീയും അതുപോലെ തന്നെ പുറകിൽ വെസ്റ്റേൺ ഗാർഡ്സ് ഒക്കെ വരുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ചെറുതായിട്ട് ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു HNA ക്ലാസ്സിനെ ബേസ് ചെയ്ത് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇതൊരു കംപ്ലീറ്റഡ് പ്രോജക്റ്റ് ആണ്. മൊത്തം 28 നിലയാണ് വരുന്നത്. 3000 സ്ക്വയർ ഫീറ്റ് തൊട്ട് 19,000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള പെൻറ്റ് ഹൗസുകൾ വരെ ഈ പ്രോജക്റ്റിലുണ്ട്. അപ്പോൾ 19,000 സ്ക്വയർ ഫീറ്റിൻ്റെ പെൻറ്റ് ഹൗസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 4 ലെവലിലാണ് ഒരു പെൻറ്റ് ഹൗസ് തന്നെ വരുന്നത്. അപ്പോൾ ഒത്തിരി പ്രീമിയം പ്രോജക്ട്സ് നമ്മൾ കൊച്ചിയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ 4 ലെവലിലുള്ള പെൻറ്റ് ഹൗസ് ഉള്ള പ്രോജക്ട്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ സ്വന്തമായിട്ട് സ്വിമ്മിംഗ് പൂളും ജിമ്മും ഗാർഡനും എല്ലാം വരുന്ന അത്രയും വലിയൊരു പെൻറ്റ് ഹൗസ് ഒക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു യുണീക്ക് ഒരു ഡിസൈൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് സൂപ്പർ സ്റ്റോൺ പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള മിസ്റ്റർ പ്രേംകുമാർ സാറാണ്. അപ്പോൾ പ്രേംകുമാർ സാറിനെ നമ്മൾ ദുബായിലൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റുന്ന ഒരാളാണ്. ഒരു 48 വർഷമായിട്ട് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ഈ സൂപ്പർ സ്റ്റോൺ എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിയുടെ കൂടെ തന്നെ 20 വർഷമായിട്ട് അദ്ദേഹമുണ്ട്. ഒത്തിരി എന്താ പറയുക, വലിയ വലിയ കൺസ്ട്രക്ഷൻസ് ചെയ്തിട്ടുള്ള, ലൈക്ക് ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലെ ഹോളിഡേ ഇൻ ഹോട്ടലൊക്കെ പോലെ ഒരുപാട് 5 സ്റ്റാർ ഹോട്ടൽസും ഒക്കെ ചെയ്ത് കൺസ്ട്രക്ഷൻ ആ ഒരു മേഖലയിൽ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രേംകുമാർ സാറ്. അപ്പോൾ അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ഈ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളുമായി പങ്കുവയ്ക്കാനാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അദ്ദേഹത്തിന് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ സർ. ഹായ് നിമ്മി, താങ്ക് യു വെരി മച്ച് ഫോർ ദ നൈസ് വേർഡ്സ്. സാറിനെ പോലെ ഒരാളെ നമ്മുടെ ഈ ഒരു വ്ളോഗിൽ കിട്ടാന്നൊക്കെ പറഞ്ഞാൽ തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. താങ്ക് യു. സാർ ഒരു 48 ഇയേഴ്സ് ആയിട്ട് ഈ ഒരു ഫീൽഡിൽ അല്ലേ, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു സൂപ്പർ സ്റ്റോൺ എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിയുടെ കൂടെ തന്നെ സാർ 20 ഇയേഴ്സ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ വ്യൂവേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താണ് ഈ സൂപ്പർ സ്റ്റോൺ എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ ഡെവലപ്പർ, ജസ്റ്റ് ഒന്ന് ചുരുക്കി ഒന്ന് പറയാമോ? സൂപ്പർ സ്റ്റോൺ പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഞങ്ങൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു FDI കമ്പനി ആയിട്ടാണ്. ഇത് ഒരു ഹോങ്കോങ് ബേസ്ഡ് മിക്കോട്ടോ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ സബ്സിഡിയറി കമ്പനിയാണ്. ഞാൻ ഇതിൻ്റെ തന്നെ ദുബായിലുള്ള ഒരു അസോസിയേറ്റ് കമ്പനിയിൽ ഇവരായിട്ട് ഒരു 20 ഇയേഴ്സായി ഇപ്പോൾ ഈ ഗ്രൂപ്പായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. സൂപ്പർ സ്റ്റോൺ പ്രോപ്പർട്ടീസിന് മറ്റു പല സ്ഥലത്തും പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് ബിസിനസ് ഉണ്ട്. ദേ ആർ മെയിൻലി ഇൻ ടു പ്രോപ്പർട്ടി ബിസിനസ്. ബട്ട് മിക്കോട്ടോ ഈസ് ഇൻ ടു വാച്ച് മേക്കിംഗ് ആൻഡ് അതർ ട്രേഡിംഗ് ബിസിനസ് ഓൾസോ എൽസ്വെയർ ഇൻ ദ വേൾഡ്. ഞങ്ങൾക്ക് സൂപ്പർ സ്റ്റോൺ അറ്റിന എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് ബ്രസീലിൽ, സാവോപോളോ. അവിടെയും റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി തന്നെയാണ്, ബട്ട് വെരി ലാർജ് സ്കെയിൽ പ്രോപ്പർട്ടി. ഐ എം നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് ബിക്കോസ് ഓഫ് ദ ഡിസ്റ്റൻസ് ആൻഡ് so I am not connected to that, but that is a member company of the group. കേരളത്തിൽ വരാൻ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, we had options to go to Pune, we had option to go to Bangalore. In fact, we have identified some nice properties, land properties in these places, and we thought of going into IT business to start with.
But then my chairman was in love with Kerala, and he visited Kerala a couple of times. He's a Canadian national. Oh, And he loved Calicut. For some reason, he was in love with Calicut. okay. So he said, let's go to Calicut. We had Cochin in our mind. But then at that time, Cochin was slightly saturated with a lot of developers. And it's a big jungle of construction at that time. And we thought Calicut is an emerging city, and it is with a lot of potential, lot of rich people from Calicut and around Calicut. Basically the എന്താ പറയുക, ഈ നോർത്തേൺ റീജിയൻ, മലബാർ റീജിയൻ, ഒരുപാട് പൈസക്കാർ ദുബായിലും ഗൾഫ് മാർക്കറ്റിലും ഒരുപാട് ആൾക്കാർ, ആൻഡ് വിത്ത് ബിഗ് പർച്ചേസ് കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ കാലിക്കറ്റ് ആവട്ടെ, കാരണം ഇതൊരു എമർജിങ് സിറ്റിയാണല്ലോ. ദാറ്റ് ഈസ് ഹൗ വി കെയിം ടു കാലിക്കറ്റ്, ആൻഡ് വി സ്പോട്ടഡ് ദിസ് ലാൻഡ്. We could have bought a beautiful land in the city center. Then you have to do a commercial taste project ചെയ്യണം. ഇവിടെ ആകുമ്പോൾ എന്താ ഗുണം വെച്ച് കഴിഞ്ഞാൽ, വി ആർ ഓൺലി 650 to 700 meters away from the sea, and we could envisage the beauty of the sea from this spot if we go up. So if we do a short building, we will not get that advantage. So we decided to go for a tall building. ആ സമയത്ത് ഞാൻ ദുബായ് മറീനയിൽ ഒരു 5 ടോൾ ടവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. So I have that spirit of doing tall buildings. So we said, let us do something taller in Calicut. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് കാലിക്കറ്റ് tallest building ആയിരുന്നത്. There was nobody else doing such a big building. And also a few years ago I've done a tall building in Cochin, which is Holiday Inn Hotel. Oh, okay. So we said, let's do a tall building. Now when we do a tall building, we don't want to do just a building. We want to do something very, very special, a niche market. കാരണം ഞങ്ങൾ ദുബായിൽ അല്ലെങ്കിൽ മറ്റേ യൂറോപ്യൻ കൺട്രികളിലൊക്കെ ചെയ്തിട്ടുള്ള പ്രോജക്ട്സിന് ശേഷം ഇവിടെ വരുമ്പോൾ we have to bring in something special. We can't just be yet another developer. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ നല്ലൊരു ബിൽഡിംഗ് ചെയ്യാം തീരുമാനിക്കുന്നത്. Then the board of directors, especially my chairman, asked me one thing. We want the best architect, then we want the best contractor. So we decided to go for the best available consultant architect, who is NM Salim from Calicut itself, and the best known name in Kerala. And I knew him from last 30 years. He has been doing some projects abroad also. He worked in Oman, and I wanted him to work in Dubai, and we tried to set up an architectural firm in Dubai, but for some reason didn't work. So അങ്ങനെയാണ് ഞങ്ങൾ എംഫാറിനെ സെലക്ട് ചെയ്യുന്നത് ആസ് എ കോൺട്രാക്ടർ. എംഫാർ എന്ന് പറഞ്ഞാൽ മസ്കറ്റിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ അറിയപ്പെടുന്ന ഒരു വേർഡാണ്. ഗൾഫാർ, മുഹമ്മദ് അലി എന്നൊക്കെ പറഞ്ഞ എല്ലാവരും അറിയുന്നത്. സോ വി വാണ്ടഡ് ക്രെഡിബിൾ നെയിം ബിഹൈൻഡ് us to design and construct. That's all about Superstone being in Calicut. Yeah. പിന്നെയുണ്ടല്ലോ സാറേ, ഇപ്പം നമ്മൾ സൂപ്പർസ്റ്റോൺ എന്ന് പറഞ്ഞൊരു ഡെവലപ്പറെ കുറിച്ച് നമ്മൾ കേട്ടു. പക്ഷേ ഞാൻ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ സാർ എനിക്ക് ഇതിൻ്റെ ഒരു ബ്രൗഷർ കാണിച്ചു തന്നു. ഓക്കെ, ആ ബ്രൗഷർ തൊട്ട് അതിനൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളിത് ബ്രൗഷറിലാണല്ലോ കാണുന്നത്, നേരിട്ട് കാണുന്നില്ലല്ലോ. നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു ദുബായിലും അവിടെയും അങ്ങനെ വലിയ വലിയ പുറത്തെ സ്ഥലങ്ങളിലൊക്കെ കാണുന്ന അത്രയും നല്ല ആ ഒരു പ്രോജക്റ്റിൻ്റെ അതേ സ്റ്റാൻഡേർഡിലാണ് സാർ ഈ ഒരു പ്രോപ്പർട്ടി ശരിക്കും കാലിക്കറ്റ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് തന്നെ പറയാം അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച്, അതായത് റിവേറ ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? As I already told you, നമുക്ക് ഈ പ്രോജക്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. എന്താണ് നിർബന്ധം എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ആസ്പിറേഷൻ. നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ടോൾ ബിൽഡിങ്സ് എന്ന് പറഞ്ഞൊരു സംഭവമല്ല. കാരണം വി ഹാവ് ഡൺ സെവറൽ ടോൾ ബിൽഡിംഗ്, അതിൽ എക്സ്പേർട്സ് ആണ്. അതെ. അപ്പോൾ അതും ദുബായ് മറീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്ക്ലൂസീവ് ലൊക്കേഷനാണ്. അവിടുത്തെ പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദം ആർ വെരി എക്സ്ക്ലൂസീവ്. അതിൽ ദ ബെസ്റ്റ് ടവേഴ്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് എക്സ്ക്ലൂസീവ് ടവേഴ്സ്, മറീന സ്കേപ്പ്, ബേസൈഡ് റെസിഡൻസ്, വാട്ടർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ
Trident Grand Residence, super luxury. കുറേ ഇവിടെ ചെയ്തുള്ള കുറേ എലിമെൻറ്റ്സ് ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്തതാണ്. ഫോർ എക്സാമ്പിൾ Trident Grand Residence എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫേസിങ് ദ സീ, ജസ്റ്റ് ഓൺലി 200 meters away. പക്ഷേ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ബിൽഡിംഗ് Le Méridien ഹോട്ടലാണ്. അതൊരു 8 സ്റ്റോറി ഉള്ളൂ. പക്ഷേ ആ 8 സ്റ്റോറി വരെ എൻ്റെ ബിൽഡിങ്ങിൽ നിന്ന് വ്യൂ ഇല്ല. ആൻഡ് വി ആർ ടോക്കിംഗ് ഓഫ് അറൌണ്ട് 25 അപ്പാർട്ട്മെൻറ്റ്സ് ആ ലെവൽ വരെ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ആ ബിൽഡിങ്ങിൽ നിന്ന് എല്ലാവർക്കും വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് 30th ഫ്ലോറിലാണ് ഞങ്ങൾ എമ്യൂണിറ്റീസ് കൊടുത്തത്. ഇവിടെ ഞങ്ങൾ അതേ കോപ്പി ചെയ്തു. കാരണം 28 ലെവൽസ് ഉണ്ടെങ്കിലും ഒരു 8 ലെവൽ വരെ 7 ലെവൽ വരെ കടൽ കാണാൻ പറ്റില്ല. 8ന് മുകളിലോട്ടാണ് നമുക്ക് ഇവിടെ കടൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ 8ന് താഴെ നമുക്ക് ഒരു 25 അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇവർക്ക് ദേ ആർ ഡിപ്രൈവ്ഡ് ഓഫ് ദിസ് ഫെസിലിറ്റി ഓർ ദ ബ്യൂട്ടി ഓഫ് ദ സീ. അപ്പോൾ അവർക്ക് എങ്ങനെ ആ അഡ്വാൻറ്റേജ് കൊടുക്കാൻ പറ്റും? So we brought an idea of doing the amenities, facilities, the banquet hall, on all other facilities on 13th floor, which normally nobody do. Because 13th floor എന്നൊക്കെ പറയുന്നത് വെരി എക്സ്പെൻസീവ് ഇൻവെൻട്രി. ആ ഇൻവെൻട്രി ആണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റിയത്. അപ്പോൾ താഴത്തുള്ള എല്ലാവർക്കും അവർക്ക് സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാൻ മുകളിലേക്ക് വരാം. ദേ ക്യാൻ യൂസ് ദ ഹെൽത്ത് ക്ലബ്, ദേ ക്യാൻ യൂസ് ദ ജക്കൂസി, ദേ ക്യാൻ യൂസ് ദ സോന, സ്റ്റീം ആൻഡ് ഓൾ ദോസ് തിങ്സ്. പ്ലസ് പാർട്ടി, ഗസ്റ്റ് വരുമ്പോഴാണല്ലോ നമുക്ക് ഈ ബ്യൂട്ടി ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ദേ ക്യാൻ ബ്രിങ് ദെയർ ഗസ്റ്റ്, have a party on 13th floor. We have a beautiful, exquisite banquet hall with a pre-function, with a beautiful outdoor facility which is around 1,500 square feet of landscape terrace garden. അതെ, ഒരു ഓവർഫ്ലോർ 250 ആൾ വന്നു. നമുക്ക് ഇതിൻ്റെ അകത്തൊരു 150 ആളുടെ കപ്പാസിറ്റി. ബട്ട് യു ഇറ്റ്സ് ഓൾ ടുഗദർ. ഓപ്പൺ ദ സ്ലൈഡിംഗ് ഡോർസ് ആൻഡ് യു ആർ ഓൾ വൺ. പിന്നെ അതിനോട് അറ്റാച്ച്ഡ് ടു ട്രൂലി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തന്നെ നമ്മളൊരു ടോയ്ലറ്റ് ബ്ലോക്ക്, അതൊക്കെ വളരെ എക്സ്ക്യൂസിറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഫെസിലിറ്റീസ്. പിന്നെ സ്നൂക്കർ വിച്ച് ഈസ് ബില്ലിയാർഡല്ല, പ്രോപ്പർ സ്നൂക്കർ. പിന്നെ അതിന് തന്നെ ഒരു വലിയ റിസപ്ഷൻ, ഒരു സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ജിംനാസിയം. അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും കൂടുന്ന ഒരു ഇത് നമ്മൾ കൊടുക്കാൻ കാരണം താഴത്തുനിന്നുള്ള ആൾക്കാർക്ക് ഫുള്ളായിട്ട് ഈ കടലിൻ്റെയും ഒക്കെ ബ്യൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയും വലിയൊരു ടോൾ ടവർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ടോളസ്റ്റ് ടവർ അന്നത്തെ സമയത്ത് കാലിക്കറ്റിലെ ടോളസ്റ്റ് ടവർ. അപ്പോൾ സ്ട്രക്ചറിൽ എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം ഐ നോ അറ്റ് ടൈംസ് പീപ്പിൾ കോംപ്രമൈസ് ഓൺ ക്വാളിറ്റി. അപ്പോൾ എൻ്റെ ഒരു സ്ട്രക്ചറൽ ഓഡിറ്റർ ഉണ്ട് ദുബായിൽ. He worked with me on all projects. He is not an employee of mine. He does all structural audit only. He is a IIT gold medalist in structural engineering. Oh. So I bring him along. Even in Holiday Inn Hotel project, he worked with me to do the structural auditing. NM Salim's office is structural design. But at every stage, it goes to Mr. Nagarkar, who is the structural auditor, and he audit and advise them. He improvise, sometimes he spend more money, sometimes he save money. Angane structural system was completely audited externally. Salim's office is nalla capable alkar learntalla, but they enjoyed working with that auditing system. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദെൻ ദ ബാക്കപ്പ് വാസ് ദ കോൺട്രാക്ടർ ഫ്രം ബാംഗ്ലൂർ. ഇവിടെ തന്നെ ധാരാളം കോൺട്രാക്ടേഴ്സ് ഉണ്ട്. ബട്ട് വി തോട്ട് വിൽ ഗോ ഫോർ സംബഡി ദ ബെസ്റ്റ്. അങ്ങനെയാണ് എംഫാർ വരുന്നത്. എംഫാറിന് ഇവിടെ കേരളത്തിലെ ഫസ്റ്റ് പ്രോജക്റ്റാണത്. യാ, ദേ ഹാവ് നോട്ട് ഡൺ എനി അതർ പ്രോജക്ട്. ദേ ഡിഡ് വൺ പ്രോജക്ട് ആഫ്റ്റർ മീ, ബട്ട് ദെൻ ദേ ഡിഡ് നോട്ട് ഡു എനി അതർ പ്രോജക്ട്. Even their own project is done by somebody else. So I brought them at an extra cost actually. They were very expensive to come in. Anyway, that is how we started with the structure and building. Then the design stage, Salim's അടുത്ത് നമ്മൾ പറഞ്ഞത്, you have to do the biggest apartment in Kerala. Yeah. Sometimes I feel sorry for saying so, because selling is not that easy. Yeah. Then he also was little surprised when I said large space, or my chairman was very particular that we should do only big apartments, and we should target or focus on HNI customers. So അതിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യണം. അങ്ങനെയാണ് ഞങ്ങൾ ഏറ്റവും നല്ല
ഐറ്റംസ് ബിൽഡിങ്ങിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. ഫോർ എക്സാമ്പിൾ, when you enter, you can't just enter to a small lobby and say this is a luxury. We have a 2,500 square feet of super luxury interior designed and decorated entrance lobby and double height, നമ്മൾ ഈ ഹോട്ടൽസിലൊക്കെ which കാണുന്ന give you an amazing feeling. So it's exactly as you said, it's like a 5-star hotel. And I have replicated that lobby from one of my best building in Dubai. Maybe that was a bigger building and the lobby space was much bigger, but almost same concept. Then I wanted to bring in a quality interior designer, not the architect, interior designer who should work along with the architect. So the product is coming out as we all wanted to, desired to be. അങ്ങനെയാണ് കൊളാബറേറ്റീവ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ മുജീബ് ആൻഡ് ലളിത തരാനി എന്ന് പറഞ്ഞ ഒരു ടീമിനെ ബോംബെയിൽ നിന്ന് കൊണ്ടുവരുന്നത്. ആൻഡ് ദേ ആർ വെരി ഓടിക്കോൾ അപ്പ് മാർക്കറ്റ് ഡിസൈനേഴ്സ്. സഹാറ വില്ലേജ് എന്ന് കേട്ടിട്ടുണ്ടാവും. അവിടെ നമ്മുടെ എല്ലാ ഫിലിം സ്റ്റാർസ് സ്റ്റാർട്ടിങ് ഫ്രം അമിതാഭ് ബച്ചൻ ടു ഹിസ് സൺ അഭിഷേക് ബച്ചൻ, ഷാറൂഖ് ഖാൻ തുടങ്ങിയ ആൾക്കാർക്കൊക്കെ ബിഗ് വില്ലാസ് 20,000 30,000 സ്ക്വയർ ഫീറ്റിൻ്റെ വില്ലാസ് ഉള്ള ഒരു പ്രോജക്റ്റാണ് ഈ ആംബി വാലി പ്രോജക്റ്റ്. അതിലത്തെ ഒരുപാട് നല്ല നല്ല വില്ലാസ് ചെയ്തിട്ടുള്ള ആർക്കിടെക്റ്റാണ് മുജീബ് ആൻഡ് ലളിത തരാനി. ആ ടീമാണ് നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈൻ. And ഇപ്പോൾ ഈ കാണുന്ന മോക്കപ്പ് അപ്പാർട്ട്മെൻറ്റ്, everything was done by them. And at that stage we found it difficult to even get nice able interior contractors. ഇപ്പോൾ ധാരാളം നല്ല നല്ല കോൺട്രാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് it was a challenge. And these architects, young people, but very particular about quality. So they gave us a hard time to select interior contractors. We wanted everybody together. And unlike many projects in Kerala, I was perhaps one contractor or the developer who insisted on getting all services coordinated along with the design from before we start construction. Normally for MEP, fire, electrical, plumbing, ഒക്കെ പിന്നീടാണ് വരിക. പക്ഷെ ഞങ്ങൾ ഇതെല്ലാം, അതിനാണ് ഞാനൊരു ഏബിൾ ഇൻ്റർനാഷണൽ കോൺട്രാക്റ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ബിൽഡറെ ഞാൻ സെലക്ട് ചെയ്തത്. ആൻഡ് അവർക്കിത് മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരുപാട് കോൺട്രാക്ടേഴ്സിന് അറിയാം, എല്ലാവർക്കും എല്ലാം അറിയാം, ദേ ആർ ഓൾ എക്സ്പെർട്ട് പീപ്പിൾ. ബട്ട് വൈ യു വാണ്ട് ഓൾ കോൺട്രാക്ടേഴ്സ് ടു ബി ടുഗദർ? ഞാൻ പറഞ്ഞു, അത് തുടക്കത്തിൽ മെയിൻ കോൺട്രാക്ടേഴ്സ് ടു ടേക്ക് കെയർ ഓഫ് ദ കംപ്ലീറ്റ് സർവീസസ്. അങ്ങനെ ഞങ്ങളൊരു സിസ്റ്റം ഒരുമിച്ചാണ് തുടങ്ങിയത്. ആൻഡ് വി മെയ്ഡ് M4 റെസ്പോൺസിബിൾ ഫോർ ഓൾ ദ നോമിനേറ്റഡ് സബ് കോൺട്രാക്ടർ സോ ദാറ്റ് കോർഡിനേഷൻ ഇസ് വെരി ഗുഡ്. അപ്പോൾ സ്ട്രക്ചർ വാസ് ഡബിളി ചെക്ഡ്, ഓഡിറ്റഡ് ബൈ ആൻ എക്സ്പെർട്ട് വിത്ത് ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ആൻഡ് ടോൾ ടവേഴ്സുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾ. പിന്നെ ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി സെലക്ഷൻസ് ഓഫ് മെറ്റീരിയൽ. അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല സാനിറ്ററി വെയർസ് ആൻഡ് ഫിറ്റിങ്സ് കോഹ്ലർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അതിലത്തെ ടോപ്പ് ഐറ്റംസ്, നത്തിങ് ബിലോ ദ ടോപ്പ് ആണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. ആൻഡ് വി പ്ലേസ് ഓർഡേഴ്സ് അറ്റ് ദ സെയിം ടൈം ഫോർ ദ എൻറ്റയർ ക്വാണ്ടിറ്റി ആൻഡ് വി പെയ്ഡ് എ ഹ്യൂജ് അഡ്വാൻസ് സോ ദാറ്റ് പ്രൈസ് ഇൻക്രീസ് വിൽ നോട്ട് എഫക്ട് മീ. Actually, those sanitary fittings and sanitary wares cost me 3 times today for replacement. അന്ന് ഞാൻ പൈസ കൊടുത്തിട്ട് അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ട് വെച്ചുകൊണ്ട് നമുക്ക് അത്തരം ഇതൊന്നും വന്നില്ല. ദെൻ ഈവൻ വി ഇമ്പോർട്ടഡ് കപ്പിൾ ഓഫ് മാർബിൾ സെലക്ഷൻസ് ഫോർ ദ എൻട്രൻസ് ലോബി ഫോർ ദിസ് മോക്കപ്പ് അപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ കുറേ സ്പെയിനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു മാർബിൾ. Then we also went for the best of home automation system. We selected Philips technology for the home automation. അന്ന് അവർ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ആദ്യം ടെക്നോളജി സ്മാർട്ട് ഹോം കോൺസെപ്റ്റ് കേരളത്തിൽ വന്നു തുടങ്ങിയിട്ടില്ല. Whereas in Dubai, I have done 5 buildings, entire building home automation. അപ്പോൾ അതിലത്തെ കുറേയൊക്കെ എക്സ്പീരിയൻസും നോഹാവും. ഒരു പക്ഷേ അതിൻ്റെ 10 കൊല്ലം മുമ്പ് എനിക്കിതൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല, ഈവൻ ദുബായിലുണ്ടായിരുന്നില്ല.
അപ്പോൾ ആ ടെക്നോളജിയൊക്കെ നമ്മൾ ഇവിടേക്കും ട്രാൻസ്ഫർ ചെയ്തു കൊണ്ടുവന്നു. നല്ല ബിൽഡേഴ്സ്, നല്ല സപ്ലയേഴ്സ് ഒക്കെ. ഫിലിപ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. We tried to work with a couple of other people from Dubai, but they didn't have backup here, so we thought Philips was better. അങ്ങനെ ഞങ്ങൾ ഫിലിപ്സ് ആയിട്ട് ഹോം ഓട്ടോമേഷൻ ഡിസൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ. That's all about the construction and selection of team and material. ഇനി നമ്മൾ ഈ പ്രോജക്റ്റിലേക്ക് വരുമ്പം സാർ പറഞ്ഞല്ലോ, ഇതൊരു HNI കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. പറയുമ്പം കാലിക്കറ്റ് പോലത്തെ ഒരു സിറ്റിയിൽ 3000 സ്ക്വയർ ഫീറ്റ് തൊട്ട് 19,000 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ്, അപ്പാർട്ട്മെന്റ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു നമ്മുടെ ഒരു ക്ലയൻറ്റ് ബേസ്, എങ്ങനത്തെ ഒരു ക്ലയൻറ്റ് ബേസിനെയാണ് നമുക്ക് കിട്ടിയത്? ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ നിമി. ഇവിടെ ഞാൻ ആദ്യം ഈ സൈസ് കേട്ടപ്പോൾ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. പ്രേംകുമാർ, വാട്ട് ആർ യു ഡൂയിങ് മാൻ? ഇത്രയും വലിയ ഫ്ലാറ്റ് ആരാ അവിടെ വാങ്ങിക്കുക? ഇവിടുത്തെ വീടുകൾ തന്നെ, വലിയ വീടുകൾ തന്നെ 4,000-5,000 സ്ക്വയർ ഫീറ്റാണ് വലിയ വീട്. സാധാരണ വീട് തന്നെ 2,500-3,000 സ്ക്വയർ ഫീറ്റാണ്. ഇത്രയും വലിയ അപ്പാർട്ട്മെൻറ്റ്സൊക്കെ ആരാ വാങ്ങിക്കുക? സോ വി ഹാഡ് ഓൺലി 3 level penthouse to start with, which is the top 3 floors. My buyer, I don't want to name him. I'm not allowed to because of the security reason. The confidentiality is very important. He wanted one more floor. Okay. Can you imagine? That was 19,000 total meter area. Part of it is open terrace, open to sky, but fully developed, 19,000 square feet, with its own internal lift, its own swimming pool, its own health club. You can imagine 19,000 എന്തെല്ലാം ചെയ്യാൻ പറ്റും. Lot of space. അതും 4 ലെവലിലുള്ള പെന്റ് ഹൗസ് ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞ ഒരു പ്രോജക്റ്റിൽ കാണുന്നത്. It was very hard decision. Actually 4 ഉണ്ടായിരുന്നില്ല, 3 ആയിരുന്നു. Because of this client's requirement, construction സ്റ്റേജിൽ തന്നെ നമ്മൾ 4 ആക്കി. Yeah. So the lift could be made like that because he cannot walk from 23rd floor to 26th floor. So we had to have a very good lift, and his profile is very high profile. I wish I could name him. It's one of the best known name. വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു എനിക്കത്. എനിക്ക് പറയാൻ പറ്റാത്തൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. No, I respect his confidentiality. പിന്നീട് അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയുള്ള കസ്റ്റമേഴ്സൊക്കെ വെരി ഹൈ പ്രൊഫൈൽ. ഫോർ എക്സാമ്പിൾ, ഇവിടെ എന്തിനാണ് ഇത്ര വലിയ അപ്പാർട്ട്മെന്റ് ആൾക്കാർ മേടിക്കുന്നുള്ള നല്ലൊരു ചോദ്യം. എൻ്റെ ഈ ബിൽഡിംഗ് റിവറ ഗ്രാൻഡിൻ്റെ തൊട്ടടുത്ത് ഒരു 250-300 മീറ്റർ അകലെയാണ് KRS എന്ന് പറഞ്ഞ ഫേമസ് ഗ്രൂപ്പിൻ്റെ വീട്, അവരുടെ ബംഗ്ലോ. ഇറ്റ്സ് എ ഹ്യൂജ് ബംഗ്ലോ. ആൻഡ് അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിസ്റ്റർ നെസ്ലി live in that beautiful house. And he bought an 8,750 square feet garden villa on 20th floor. Why did he buy that? അയാൾക്ക് വേറെ പ്രോപ്പർട്ടി കിട്ടാനായിട്ടാണോ? അയാൾക്ക് എത്ര നല്ല ബിൽഡിങ് ഉണ്ടാക്കാനുള്ള കഴിവില്ലേ? He is a builder also. In fact, he has one of the name, I don't want to name the builder. He is a part of that. പുള്ളി ഇതെന്തിനു വാങ്ങിച്ചു? ഇത്ര വലിയ വീട്ടിൽ താമസിക്കുന്ന ആൾ അതേ ലൊക്കേഷനിൽ ഈ ബിൽഡിംഗ്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ബ്യൂട്ടി ഓഫ് ദ വ്യൂ, ബേസിക്കലി ദ വ്യൂ. മേ ബി ബാക്കി എല്ലാവർക്കും എല്ലാം ചെയ്യാമായിരിക്കും, ബട്ട് ഈ 10th ഫ്ലോർ അല്ലെങ്കിൽ 8th ഫ്ലോർ കഴിഞ്ഞായിട്ടുള്ള വ്യൂ, നിമി, യു കനോട്ട് ഇമാജിൻ. യു നോ, യു ഹാവ് സീൻ ഇറ്റ്. ആൻഡ് മോർ ഹയർ യു ഗോ, യു ഫൈൻഡ് മോർ വാട്ടർ ബോഡീസ് ബിക്കോസ് ദ ആംഗിൾ ഓഫ് വിഷൻ ചേഞ്ച്, സർഫൈസ് വരെയാണ്. നേരത്തെ താഴത്ത് ഇത് കണ്ടില്ലല്ലോ, ഒരു റിവർ, വലിയൊരു റിവർ, അത് കഴിഞ്ഞ അപ്പുറത്ത് വലിയൊരു ലേക്ക്. ഐ ഡോണ്ട് നോ, ഇറ്റ്സ് അമേസിങ്. ഒരു പക്ഷേ ഞങ്ങൾ പോലും ഇത്ര നല്ല ബ്യൂട്ടി അന്ന് മനസ്സിൽ കണ്ടിട്ടില്ല. അല്ല, നമ്മളും ഇതിങ്ങനെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന്റെ മുകളിൽ എത്തുമ്പോഴാണല്ലോ നമുക്ക് ഇത്, കാരണം ആ ഹൈറ്റിൽ നമ്മൾ ബിൽഡിംഗ് കാണുന്നില്ല. ഐ വിഷ് ഐ ഹാഡ് എ ഹെലികോപ്റ്റർ ട്രാവൽ ബിഫോർ വി ഡിസൈൻ. ഞാൻ ശരിക്കും പറഞ്ഞ 8ാമത്തെ ഫ്ലോറിൽ നിന്ന് കണ്ട വ്യൂ അല്ല, ഞാൻ 20ാമത്തെ ഫ്ലോറിൽ നോക്കിയപ്പോൾ 20ാമത്തെ ഫ്ലോറിൽ നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് എനിക്ക് കാണാൻ പറ്റിയത്. ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഈ പുതിയാപ്പ ഹാർബർ എന്ന് പറയുന്നത് ഒരു ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ഒരു ഫീച്ചറാണ്. ദോ ഇറ്റ് ഈസ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. കാരണം നമ്മുടെ ടോപ്പ് ഫ്ലോറിലൊക്കെ നിന്ന്, അല്ലെങ്കിൽ എനി ഫ്ലോർ നിന്ന് കഴിഞ്ഞാൽ എനിക്കറിയില്ല എത്ര ബോട്ട് ഉണ്ടാവുന്നത്, ഒരു മേ ബി 1000 ബോട്ട്സ് എ ഡേ കം
in and out, and very colorful boats, yellow, red, blue, green. They always move around, they come in the morning after with the catch and they go in the evening, so it's always busy. അപ്പോൾ അങ്ങനെ നല്ലൊരു വ്യൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മിസ്റ്റർ നെസ്ലി പോലത്തെ ഒരാൾ ഇത്രയും വലിയ, നെസ്ലി എന്നൊക്കെ പറഞ്ഞാൽ വെരി ഹൈ പ്രൊഫൈൽ പേഴ്സൺ, ഓക്കെ. ആൻഡ് പിന്നെ കാലിക്കറ്റ് ബീച്ചിൽ സ്കൈലാൻഡ് ഒരു ബിൽഡിങ്ങിൽ, ഞാൻ പറയാൻ പാടില്ല സ്കൈലാൻഡ്, ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബിൽഡിംഗ്. താമസിച്ചിരുന്ന മിസ്റ്റർ ഹരീന്ദ്രനാഥ് ആള് ഒരു ന്യൂസിലാൻഡ് നാഷണലാണെന്ന് തോന്നുന്നു. He was abroad for about 40 years, lived all luxury life. പുള്ളി ഇത് കണ്ടുമ്പോൾ he shifted from that apartment to here. And he did a wonderful interior by himself. He worked by himself. He's not a designer, he's not an interior designer, but he's an engineer. And he spent a lot of time designing his own house. അങ്ങനെ ആ വീട് ഒന്ന് കാണണം. You must see that. റിവ്യൂ എടുത്തിട്ടുണ്ട് already. You take a look at it. ആൻഡ് അതുപോലത്തെ കുറേ നല്ല ഹൈ പ്രൊഫൈൽ കസ്റ്റമേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ 24ാമത്തെ ഫ്ലോർ കഴിഞ്ഞിട്ടാണ് പ്രോജക്റ്റ് ലോഞ്ച് ചെയ്ത് തന്നെ. ബിക്കോസ് സി വൈ ദർസ് എ റീസൺ ബിഹൈൻഡ്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ബിൽഡറാണ് കാലിക്കറ്റിൽ. നമ്മൾ ദുബായിൽ എന്ത് ചെയ്തു, യൂറോപ്പിൽ എന്ത് ചെയ്തു, അമേരിക്കയിൽ എന്ത് ചെയ്തു, നോബഡി നോസ് അബൌട്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ബിൽഡർ എന്നുള്ള നിലയ്ക്ക് പീപ്പിൾ മെ നോട്ട് ബിലീവ് 28 നിലയ്ക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടുമായിരിക്കില്ല. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് കൊടുക്കണമെങ്കിൽ വി ഹാവ് ടു ബിൽഡ് എ സബ്സ്റ്റാൻഷ്യൽ പാർട്ട് ഓഫ് ദി ബിൽഡിംഗ്, സൈസ് ഓഫ് ദി ബിൽഡിംഗ്, എന്നിട്ട് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ ആർക്കും സംശയം ഉണ്ടാവില്ല. ആൻഡ് ദെൻ ദേ വിൽ സേ ഓ ഹി ഈസ് നോട്ട് എ ഫ്ലൈ ബൈ നൈറ്റ് ഡെവലപ്പർ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ കമ്മിങ് ബാക്ക് ടു ദ റീസൺ വൈ വി കുഡ് ഡു ദാറ്റ്. ഞങ്ങൾ ഈ FDI കമ്പനി എന്നുള്ളതിൻ്റെ ഒരു റീസൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിക്വയർമെൻറ്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിൽ നോട്ട് ഇഷ്യൂ ദ FDI ലൈസൻസ് അൺടിൽ യു ബ്രിങ് ഇൻ $5 million ടു ഇന്ത്യ. അത് നമ്മുടെ ഒരു സ്ട്രെങ്ത് ആയിരുന്നു. $5 million എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്കിൽ 75 വെച്ച് ഒരു 40 കോടി ഉറുപ്പിയായി. ദാറ്റ് വാസ് എ ബിഗ് ചങ്ക് ഓഫ് മണി ടു ബിൽഡ് എനി കൈൻഡ് ഓഫ് ബിൽഡിംഗ്, അറ്റ്ലീസ്റ്റ് ദിസ് കൈൻഡ് ഓഫ് സൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വി വിൽ നോട്ട് ലോഞ്ച് ദ ബിൽഡിംഗ് അൺടിൽ ഒരു 20 നിലയെങ്കിലും എത്തിയതിന് ശേഷം ലോഞ്ച് ചെയ്താൽ മതി. പക്ഷെ ആ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വി മസ്റ്റ് ഹാവ് എ ബ്യൂട്ടിഫുൾ മോക്കപ്പ് ഓൺ എ ഫ്ലോർ വിച്ച് ക്യാൻ ഗെറ്റ് ദ സീ വ്യൂ. അങ്ങനെയാണ് ഈ 10ാമത്തെ ലെവലിൽ. കാരണം 10ാമത്തെ ലെവലിൽ നമ്മൾ മോക്കപ്പ് ചെയ്യണമെങ്കിൽ ബിൽഡിംഗ് ഒരു 15 ലെവലിലാണ് എത്തണം. കാരണം ഇവിടുന്ന് സ്കാഫോൾഡിങ്സ് ഒക്കെ പോയി. ആൻഡ് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് നമ്മൾ ഗസ്റ്റിനെ കൊണ്ടുവന്ന ഒരു മോക്കപ്പ് കാണിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി ഹാർഡ് ജോബ്. സേഫ്റ്റി, സെക്യൂരിറ്റി ഒക്കെ വലിയൊരു പ്രശ്നമാണ്. ദുബായിൽ ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു വലിയ ചാലഞ്ചാണ്. വി ഓൾവേസ് വാണ്ട് ടു ബി വെരി സേഫ് എൻവയറൺമെൻറ്റ്. അതിനുവേണ്ടി ഒരുപാട് സേഫ്റ്റി മെഷേഴ്സും ഈ HSC അല്ലെങ്കിൽ ഹെൽത്ത് സേഫ്റ്റി ആൻഡ് എൻവയറൺമെൻറ്റ് എന്ന ഒരു കൺസ്ട്രക്ഷൻ്റെ വലിയൊരു സ്ലോഗനാണെന്ന്. ആൻഡ് സീറോ ആക്സിഡൻറ്റ് പ്രോൺ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ക്രെഡിറ്റാണ്. ആൻഡ് ഐ ഹാവ് ബീൻ അവാർഡഡ് ഫോർ ബീയിങ് എന്താ പറയുക സേഫ്. HSCയിൽ വളരെ സേഫായുള്ള ഒരു ബിൽഡർ എന്നുള്ള നിലയ്ക്ക് വി ഹാവ് വൺ സം അവാർഡ്സ്. അപ്പോൾ വി വാണ്ട് ടു ബി വെരി ഷുവർ ദ പീപ്പിൾ ആർ നോട്ട് ഹർട്ട് while coming into the building. So we wanted a lift that can be used, actual lift, proper the passenger lift, built and be operational while the construction is still ongoing. So we selected one lift which travel up to 13th level so that the guest can come in the proper lift and see the apartment, and it's very safe. അങ്ങനെ കോണയായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ കോണ വാസ് നോട്ട് റെഡി ഫോർ ദാറ്റ്. ഇറ്റ്സ് ദാറ്റ് വി കാൻറ്റ് അലൗ യു ടു ഹാവ് എ ലിഫ്റ്റ് ഓപ്പറേഷണൽ വെൻ ദ ബിൽഡിംഗ് ഇസ് അണ്ടർ കൺസ്ട്രക്ഷൻ. എന്നാൽ അതിനു വേണ്ടിയുള്ള ചില സേഫ്റ്റി മെഷേഴ്സൊക്കെ എടുത്തിട്ട് ദേ അലൗഡ് us to operate. So this building has one lift that travel only up to 13th floor. പക്ഷേ 13th ഫ്ലോർ കഴിഞ്ഞാൽ പിന്നെ ഫ്ലാറ്റ്സ് ഇല്ല. ബിക്കോസ് ഓൺലി 2 apartment per floor for up to 20th floor, and then we have only 1 apartment per floor, and still we have 2 high speed lift from Kone. ഈ ഹൈ സ്പീഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത്
2.5 meter per second ആണ്. I don't think many buildings have got this kind of speed. And at that time, Kone could not supply a lift of that speed from Indian make. So they had to import that lift. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫീച്ചേഴ്സ്, ടെക്നിക്കൽ ഫീച്ചേഴ്സ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എമ്യൂണിറ്റീസ് ആൻഡ് ഫെസിലിറ്റീസ്. അത് നമുക്ക് എന്നും ആഡ് ചെയ്യാൻ പറ്റും. ഇതൊന്നും ഒരിക്കലും ഇനി ആഡ് ചെയ്യാൻ പറ്റില്ല. ഒരു ലിഫ്റ്റ് റീപ്ലേസ് ചെയ്യാൻ ഇറ്റ്സ് സച്ച് എ ബിഗ് ഹാസൽ ആൻഡ് കോസ്റ്റ് ലോട്ട് ഓഫ് മണി. 28 ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി എക്സ്പെൻസീവ്. സോ വി ഹാഡ് ടു ബ്രിങ് ഇൻ ദിസ് കൈൻഡ് ഓഫ് ലിഫ്റ്റ്സ്. അതൊക്കെ ഇതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സാണ്. പലർക്കും അറിയില്ല അതൊന്നും. കാരണം വെൻ യു വാക്ക് ഇൻ യു ഡോണ്ട് സീ ഓൾ ദീസ് തിങ്സ്. പിന്നെ as I told you, the entrance lobby, the marble flooring, the amenities, and lot of glass. A building is full of glass. You have seen this, and it's all toughened glass. And doing a glass building with sea around, the wind pressure, the water pressure, the water rain with wind pressure is very very different. Sadharana pressure alla. So we had to bring in a contractor, aluminum contractor, who have worked abroad in glass towers, glass clad towers. അങ്ങനെയാണ് നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ ഗ്ലാസ് കോൺട്രാക്ടർ വരുന്നത്, ഹൂസ് എൻ എക്സ്പെർട്ട് ഡൂയിങ് ടോൾ ബിൽഡിങ്സ് വിത്ത് ഗ്ലാസ്. അപ്പോൾ ഈ പ്രഷർ ടെസ്റ്റിങ്ങും വെള്ളം, ഇപ്പോൾ നമ്മുടെ ഇത്ര വിൻഡോൻ്റെ മുകളിൽ നല്ലൊരു മഴയും വലിയൊരു കാറ്റും വന്നു കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ അകത്താവും. പക്ഷേ ഹൗ ടു പ്രിവെൻറ്റ് ദാറ്റ്, അതിൻ്റെ ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഇതെല്ലാം അറിയുന്ന നല്ലൊരു ഇൻ്റർനാഷണലി എക്സ്പീരിയൻസ് കോൺട്രാക്ടറെയാണ് നമ്മൾ അലുമിനിയം ആൻഡ് ഗ്ലാസിന് വേണ്ടി ചേർന്നത്. ആൻഡ് ഓൾ അവർ ഗ്ലാസ് ഇസ് ടഫൻ ഗ്ലാസ്. വി ഡോണ്ട് ഹാവ് എനി ഗ്ലാസ്, നോട്ട് എ സിംഗിൾ പീസ് ഓഫ് ഗ്ലാസ് വിച്ച് ഇസ് നോട്ട് ടഫൻഡ്. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫീച്ചേഴ്സ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. I don't think many people, okay, there are a lot of good ഇപ്പോൾ കാലിക്കറ്റിൽ തന്നെ ഒരു പക്ഷേ ഞങ്ങളൊക്കെ നല്ല കോൺട്രാക്ടർ ഉണ്ട്, അല്ല ബിൽഡർ ഉണ്ട് തന്നെ ഞാൻ പറയാം. Some of the buildings are so beautiful, but very few. But there are. And I don't want to say I'm the best. Okay. I'm one of the best. Yes. Okay. And നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് അല്ലേ? അതാണ് നമ്മുടെ മിഷനും വിഷനും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പ്രേം സാർ ആക്ച്വലി ഒത്തിരി വർഷത്തെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും കൂടിയാണ് നമ്മുടെ കൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അരമണിക്കൂറൊന്നൊരു വ്ലോഗിൽ തീർക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് അല്ല. കാരണം ഇനി അമ്യൂണിറ്റീസൊക്കെ നമ്മൾ പറഞ്ഞു വരാണെങ്കിൽ ഒത്തിരി അമ്യൂണിറ്റീസ് നമുക്ക് എടുത്ത് പറയാനുണ്ട്. അപ്പം പറ്റാവുന്ന കാര്യങ്ങളെല്ലാം, നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഈ വ്ലോഗിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം സാർ ഈ ഒരു ടെക്നിക്കൽ ഫീച്ചേഴ്സാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനിയും കുറേ ടെക്നിക്കൽ ഫീച്ചേഴ്സ് പറയാനുണ്ട്. അപ്പോൾ പറഞ്ഞു തുടങ്ങിയാൽ നമുക്കൊരു 2 മണിക്കൂർ നേരത്തേക്കുള്ള വ്ലോഗ് ഉണ്ട് ഇത്. അപ്പോൾ അത്രയും പറയാനുള്ളൊരു സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മാക്സിമം എന്താ പറയുക ചുരുക്കിയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സാർ വളരെ മനോഹരമായിട്ട് ഈ ഒരു പ്രോപ്പർട്ടി പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ കാലിക്കറ്റ് ഭാഗത്ത് പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് പറ്റുന്നൊരു ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു റിവേര ഗ്രാൻഡ് എന്ന് പറഞ്ഞ അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ്. നമ്മുടെ ഇവിടെ താമസിക്കുന്ന ഒരു കസ്റ്റമറുടെ റിവ്യൂ കൂടെ ഞാൻ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഞാനത് ആഡ് ചെയ്യുന്നുണ്ട്. ഹരീന്ദ്രനാഥ് എന്നാണ് ആ സാറിൻ്റെ പേര്. സാറും വൈഫായിട്ടുള്ള ഒരു നല്ലൊരു റിവ്യൂ ഒക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണുക. നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം കൂടുതൽ അറിയേണ്ടവർ, സൈറ്റ് കാണേണ്ടവർ, ഇവിടെ ഒരു അടിപൊളി മോക്ക് അപ്പാർട്ട്മെൻ്റ് ഒക്കെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം കാണേണ്ടവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഹായ് സർ, അപ്പോൾ നല്ലൊരു സെഷൻ ആയിരുന്നു സാർ. കുറേ കാര്യങ്ങൾ അല്ലേ ടെക്നിക്കൽ, അതെനിക്ക് സാറിൻ്റെ ഒരു പാഷൻ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ആ ഒരു ഇനിയും ഞാൻ അല്ലേ കുറേ ഇനിയും സാറിന് പറയാണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ ഒരു ടൈം അധികം അതിന് പെർമിറ്റ് ചെയ്യുന്നില്ല. ഒത്തിരി ലോങ് ആയിട്ട് പോകാനുള്ള ഒരു സമയം നമുക്ക് കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് നെക്സ്റ്റ് ടൈം അത് നമുക്ക് ആ ഒരു സംസാരത്തിൽ അറിയാൻ പറ്റും. അപ്പം എന്തായാലും ഇത്രയും ഒരു സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് സന്തോഷം. ഇനിയും നല്ല പ്രോജക്ട്സ് ചെയ്യട്ടെ അല്ലേ? ഓക്കെ, താങ്ക് യു സർ. എൻ്റെ പേര് ഹരി, ഇത് ഗീത. ഞങ്ങൾ ന്യൂസിലൻഡ് സെറ്റിൽഡാണ് കുറേ വർഷങ്ങളായിട്ട്, 25 വർഷത്തോളമായിട്ട്. ഐ ആം എ പ്രിൻസിപ്പൽ ഓയിൽ ആൻഡ് ഗ്യാസ് കൺസൾട്ടൻറ്റ്, ബേസിക്കലി വർക്കിംഗ് ഫോർ ഓൾ വേൾഡ് വൈഡ് കമ്പനീസ്, ഡിഫറെൻറ്റ് പ്ലേസസ്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം റിട്ടയർ ചെയ്തിട്ട് നാട്ടിലേക്ക് വന്നതാണ്. ഞങ്ങൾ ന്യൂസിലൻഡ് റെസിഡൻസാണ്, അവിടുത്തെ സിറ്റിസൻസാണ്. പക്ഷേ ഇവിടെ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 2-3 വർഷമായി. സോ ഞങ്ങൾ നാട്ടിലെത്തിയ ഉടനെ ഞങ്ങൾക്കൊരു
ഫ്ലാറ്റ് ഓൾറെഡി ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ചും കൂടി ഒരു വലുപ്പത്തിലും ഫ്ലാറ്റ് വേണമെന്ന് വിചാരിച്ച് ഇങ്ങനെ വി ആർ പാസിങ് ത്രൂ ദിസ് കണ്ണൂർ റോഡ് ആൻഡ് വി ആർ ലുക്കിംഗ് ഫോർ ഡിഫറെൻറ്റ് ഫ്ലാറ്റ്സ്. ഇത് കണ്ടപ്പോൾ വി കെയിം ഇൻ സൈഡ് ആൻഡ് ആ സമയത്ത് സെയിൽസ് ഓഫീസ് ഫസ്റ്റ് ഫ്ലോറിലുള്ളവർ മീറ്റ് ചെയ്തു. ആൻഡ് അവർ ദേ ഷോഡ് ദ ഷോ ഹോം in 10th floor, and I was really impressed with that. The basic thing I impressed initially was the balcony. The balcony was merging with the sea, the horizon, so it's almost similar curvature, because ഈ ഏരിയ കുറച്ച് തള്ളി നിൽക്കുന്ന, കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് it was merging with that, and the view was fantastic. So I immediately fell in love with that, and now Geeta will tell her story. ഞങ്ങളും അതെ, കുറേ ഫ്ലാറ്റുകൾ നോക്കി കോഴിക്കോട് സിറ്റിയിലൊക്കെ. ഒക്കെ എന്താ അറിയില്ല, ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇവിടെ എന്നാലും ഇവിടെയും വന്ന് നോക്കാം. ഇവരുടെ മോഡൽ ഫ്ലാറ്റ് കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര ഒരു ഇമ്പ്രസ്ഡ് ആയിപ്പോയി. അത്രയും എന്താ പറയുക, ഒരു അതിൻ്റെ ആ ഒരു ഓപ്പൺ സ്പേസും പിന്നെ കാറ്റ് വരുന്ന പലതിക്കുന്നതായിട്ടുള്ള കാറ്റ്, ക്രോസ് വെന്റിലേഷനും, അതൊക്കെ വളരെ വെരി ഇംപ്രസ്ഡ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 3 കൊല്ലം ആവാനായി ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ. ഇവിടെ താമസിക്കുന്നത് ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്താ വെച്ചാൽ നേച്ചറുമായിട്ട് അങ്ങനെയില്ലേ, പ്രകൃതിയായിട്ട് നമ്മൾ വളരെ അടുത്ത്. It is more like an outdoor living. അതെ, അതാണ് bringing nature inside your house. അതെ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. So basically 3 sides are open, and we can see even the back side. There is the Western Ghats. We can see Kakam mountain from here in some of the days. Calicut city കാണാൻ പറ്റും, കാപ്പാട് കാണാൻ പറ്റും, where Vasco da Gama landed, all from a distant view, and the full view of Arabian Sea from Kappad to Vallai. So night is really beautiful, sitting in the balcony with most of the lights off, with the old Hindi songs on. It is really fantastic. I really enjoyed that. ഈ വീടെടുത്തത് ശരിക്കും ഞങ്ങൾക്ക് റിട്ടയറിന് ശേഷം കുറച്ച് കാലം താമസിച്ച്, ബിഫോർ മൂവിങ് ഇൻ ടു എ റിട്ടയർമെൻറ്റ് ഹോം. സോ ഇൻ ബിറ്റ്വീൻ ഐ റിയലി എൻജോയ് ദിസ് പ്ലേസ്. ഈവൻ ദോ ഇറ്റ് ഇസ് ലിറ്റിൽ അവേ ഫ്രം കാലിക്കറ്റ് ടൗൺ. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കാലിക്കറ്റ് ബീച്ചിലേക്ക് എത്താൻ പറ്റും. ആൻഡ് സിറ്റി ടൗണിലേക്ക് ഒരു 15 to 20 minutes എത്താൻ പറ്റുന്നുണ്ട്. സോ ഓവറോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഇവിടെ. വി സി എവറി ഡേ എ മൂവി. വി ഗോട്ട് എ ബിഗ് സ്ക്രീൻ പ്രൊജക്ടർ cinema theatre. So we enjoyed most of the days with new movies, and both Malayalam and Hindi and English movies. And yeah, we are very happy here.